പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? പിണറായി വിജയന് നല്ല ധൈര്യമുള്ള ആളാണ്, പിന്നെ നേതാവാണ്, പിന്നെ കേരളം സേഫാണ്. അങ്ങനെ നല്ല ഭരണം നടത്തണത് കൊണ്ടെന്ന് പറയാം. അത്ര വീണ്ടും പിണറായി വിജയൻ തന്നെ ആയിരിക്കും വരാൻ സാധ്യത. വരുമെന്ന് സാധ്യതയുണ്ട്. പിണറായി പിണറായി ജയിക്കും. ശരി. ഇനി അങ്ങനെ ജയിക്കും. പിന്നെ അങ്ങനെ ആർക്കും ഒരു രോഗം ചെയ്തിട്ടില്ല. ജനങ്ങൾ അത് ഇതൊക്കെ പറയും, അത് മൊട്ടിച്ചെന്നൊക്കെ പറയും. വേറെ ആരും ഭരിക്കാനില്ല. പിന്നെ രാജ്യം അതിന് സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് കണക്കെയാണ്. ചില അബദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എങ്കിൽ കൂടി ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. കറക്റ്റാണ്. അത് തന്നെ പൂർണ്ണ വിശ്വാസം. തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാരുടെ വീണ്ടും മുഖ്യമന്ത്രി സാധ്യത ഉണ്ട്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നുന്നുണ്ടോ? സാധ്യത കാണുന്നുണ്ട്. സാധ്യത കാണുന്നു. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പം പ്രവർത്തനം നല്ല രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രി കൊള്ളാം, കുഴപ്പമില്ല. മനുഷ്യനെക്കാളൊക്കെ കൊടുക്കണില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതിനെ ഇന്നത്തെ കാലത്ത് സഹായിക്കണവരല്ലേ രക്ഷിക്കുള്ളൂ, സഹായിക്കാത്തവരാരെങ്കിലും രക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വീണ്ടും പിണറായി വരാൻ തന്നെയാണ് സാധ്യത. സാധ്യത. ശരി. പക്ഷേ ഇതിനെപ്പറ്റി കുഴപ്പമെല്ലാം ഉണ്ടോ? എന്റെ വില അടിച്ചിട്ട് അടിക്കോ? പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ഉണ്ട്. എന്തുകൊണ്ടാണ്? പ്രവർത്തനങ്ങൾ കൊള്ളാമെന്നുള്ളത് മാത്രം. LDF തന്നെയായിരിക്കും അടുത്ത പ്രാവശ്യം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടോ? സാധ്യത അത് തന്നെയാണ്. പിണറായി വിജയൻ തന്നെയാണ്. എന്തുകൊണ്ടാണ്? പ്രദേശത്തില് നേതാക്കളില്ല. പ്രദേശത്തില് നേതാക്കന്മാരുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ LDF തന്നെ വരാനായിരിക്കും സാധ്യത. പിന്നെ ഒരാളെ നിൽക്കാൻ നോക്കും. BJPക്ക് ഇവിടെ വലിയ സ്വാധീനങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ രാഷ്ട്രീയ നിലപാടുകളൊന്നും ശരിയല്ലല്ലോ. കോൺഗ്രസ് വെറുതെ നാടകം കളിക്കല്ലേ. അവരിപ്പോഴും അവരാരാണെന്ന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുന്നില്ലല്ലോ. CPM പറഞ്ഞു കഴിഞ്ഞില്ല, എല്ലാവരും മുഖ്യമന്ത്രിയാവാനുള്ള അടിയിലാണ്. CPM പറഞ്ഞു കഴിഞ്ഞില്ല പിണറായി തന്നെയാണെന്ന്. അത് പറയാം, അവർക്ക് എന്താ മടി? ഒന്നീ പ്രതിപക്ഷ നേതാവെന്ന് പറയണം, അല്ലെങ്കിൽ വേറെ ആരാണെന്നെങ്കിൽ പറയാം. ഇത് രണ്ടും പറയാം. അവർ മടിക്കുന്ന എന്തിനും. പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടോ? എനിക്ക് രണ്ടും കിട്ടുന്നത് രണ്ടും സങ്കല്പിച്ച് ഞാൻ പറയുക. പക്ഷെ നല്ല ആൾ വേണം. നല്ല ഈ കേരളത്തില് അത് പൊതുവായി കഴിഞ്ഞില്ല. ഇടത്തരക്കാരും ഓടീശ്വരന്മാരും താഴ്ന്നവരും ഏറ്റവും താഴ്ന്നവരും ഇങ്ങറ്റം വരെ പിച്ചക്കാർ വരെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഭാരതത്തിന്റെ ഒരു ദൈവത്തിന്റെ മക്കളാണ് ഇവരെല്ലാം. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യം ചെയ്യുന്ന ഒരു നല്ലൊരു ആള് നമുക്ക് വേണം. ഇപ്പൊ സജീവമായ രാഷ്ട്രീയത്തിലുള്ളതിൽ അങ്ങനെ ഒരു നേതാവ് എന്ന് പറയാൻ തക്ക ആരുണ്ട്? അങ്ങനെ സജീവമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യക്കകത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ വിളിക്കുന്ന എല്ലാ കഴിഞ്ഞ കൊല്ലം ത്യാഗങ്ങളെ അനുഭവിച്ച ഒരു പാർട്ടിയോട് രാഹുൽ ഗാന്ധി. അതെ, ഇവിടെയുള്ള കേരളത്തിനെ പറ്റി എനിക്കത് ആരും അതിനെപ്പറ്റി ചോദിക്കും, പ്ലീസ് എന്നോട് ചോദിക്കണ്ട. കാരണം അങ്ങനെയാണ് നല്ലൊരു ഭരണക്കാർ ഇവിടെ വേണം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. അതാണ് ഈ പ്രശ്നം. അത് ആരെന്നുള്ള ഇവിടെ നമുക്ക് പറയാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല. അതാണ് സത്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. പിണറായി വിജയൻ തന്നെ. എന്തുകൊണ്ടാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവ്. പിന്നല്ലേ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? വേറെ ആരാണുള്ളത്? വേറെ ആരും ഇല്ലല്ലോ. പ്രതിപക്ഷം ഒന്നും സംഭവമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ളത് പിണറായി തന്നെയാണ്. LDF ആണ് വരുന്നതെങ്കിലും പിണറായി വിജയൻ തന്നെയായിരിക്കും സാധ്യത എന്നുള്ളതാണ്. കണ്ടല്ലോ, കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും സത്യസന്ധമായ വാക്കുകളാണ്. പിണറായി വിജയൻ കേരളം ഭരിച്ചു മുടിച്ചു എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോഴും കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്നും പിണറായി തന്നെ മൂന്നാമതും കേരളത്തിന്റെ സാരഥിയാകുമെന്നും ഉറപ്പിച്ചു പറയാൻ അത് തന്നെ ആഗ്രഹിക്കാനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടം. കേരളത്തിൽ ഇക്കുറിയും വിഷത്താമരകൾ വിരിയില്ല. കേരളത്തിൽ ഇക്കുറിയും തമ്മിൽ തല്ലിയും കുലംകുത്തികളും ഭരണചക്രം തിരിക്കില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് സാധാരണക്കാരന്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പാർട്ടി തന്നെ മതി. കേരളത്തിൽ വികസനം വന്നില്ല എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച എതിർചേരിയിലുള്ള കഴുകൻ കണ്ണുകൾ മാത്രമാണ്. സാധാരണ മനുഷ്യരുടെ കാഴ്ചയ്ക്ക് ഇനിയും മങ്ങലേറ്റിട്ടില്ല. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു. പിണറായിക്ക് മുന്നിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന ചരിത്രവും തിരുത്തി കുറിക്കപ്പെടും.